ഒരു പരസ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. 90% ഓഫ് ദ പോപ്പുലേഷൻ ഇൻ കേരള ഹാവ് സീൻ ദിസ് ആഡ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇതൊരു പരസ്യം മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. അതെന്താണ് എന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് അതിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. ആൻഡ് ഓണസ്റ്റ്ലി ഐ ഡോണ്ട് കെയർ. നിങ്ങൾ യോജിച്ചാലും ഇല്ലെങ്കിലും ആൻഡ് ഐ ഡോണ്ട് കെയർ. കാരണം ഈ ഒരു പരസ്യം, ഒന്നാമത്തെ കാര്യം, ഞാനിവിടെ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെയോ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആഡ് ഫിലിം മേക്കറിനെയോ കളിയാക്കാൻ വന്നിരിക്കുമല്ല. ഞാൻ അവർ പുട്ട് ഫോർവേഡ് ചെയ്ത ഈ ഒരു വിഷ്വൽ ആഡിൻ്റെ പിന്നിലുള്ള പ്രൊപ്പഗാൻഡിനെ പറ്റി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവരെന്തുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മെയിൻ സ്ട്രീം ആക്ടർ, വൺ ഓഫ് ദ ഐക്കൺസ് ഇൻ ഇന്ത്യൻ മൂവി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റുന്ന ഒരു ആക്ടറിനെ എന്തുകൊണ്ട്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തു? ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിന് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പാരൻസിൻ്റെ ഒരു ടീനേജ് സമയം മുതൽ തന്നെ മോഹൻലാൽ സിനിമയിൽ സജീവമായിരുന്നു. മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? പുള്ളി അഭിനയിച്ചിട്ടുള്ള മാസ് മസാല പടങ്ങളിൽ കൂടെ തന്നെയാണ്. അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം മോഹൻലാൽ എന്ന് പറയുന്ന പേര് വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് രാവണ പ്രഭു, ദേവാസുര അങ്ങനെയുള്ള സിനിമകളിലുള്ള മോഹൻലാലാണ്. അല്ലാണ്ട് തന്മാത്രയിൽ മോഹൻലാലല്ല. ഒരിക്കലും നമ്മുടെ മനസ്സിൽ പുള്ളി അഭിനയിച്ച ക്ലാസിക് സിനിമകളായിരിക്കില്ല ആദ്യം വരുന്നത്. നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പുള്ളി അഭിനയിച്ച ഓബ്വിയസ് ആയിട്ടുള്ള മാസ് മസാല പടങ്ങൾ തന്നെ ആയിരിക്കും വരുന്നത്. സോ നമ്മുടെ നാട്ടിൽ ദ എംബോഡിമെന്റ് ഓഫ് മാസ്കുലിനിറ്റി അല്ലെങ്കിൽ മാസ്കുലിൻ ഓറ എംബോഡി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐക്കണായിട്ട് നമ്മൾ കാണുന്ന, മാസ്കുലിനിറ്റിയുടെ ഒരു ഐക്കണായിട്ട് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു ആഡ് ഫിലിമിൽ അഭിനയിപ്പിക്കുമ്പോൾ അതിലുള്ള അജണ്ട അത്രത്തോളം വ്യക്തമാണ്. അത് മനസ്സിലാവാത്തത് ഐ ഡോണ്ട് നോ വൈ. നമ്മുടെ നാട്ടിലുള്ള സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, നന്മ മാത്രം ഇട്ട് ജീവിക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, മറ്റേ പ്രോഗ്രസീവ് ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഇത് മറ്റേ അപകർഷണം കിട്ടിയ പട്ടികളുടെ കൂട്ടാണ്. ഇപ്പോൾ ഐ ഡോണ്ട് നോ, ദർ ഇസ് എൻ അജണ്ട മാൻ. അതിപ്പോൾ പറയുവാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ മെയിൽ ആക്ടർ അല്ലെങ്കിൽ ആ മെയിൽ ഹ്യൂമൻ ബീങ് വെയറിങ് ആ ഫീമെയിൽ ഡ്രസ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഓർണമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് ഓൾവേസ് എക്സിസ്റ്റഡ്. ഇപ്പോൾ വെസ്റ്റിലൊക്കെ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഹോളിവുഡിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ മെറ്റ്ഗാല പോലുള്ള പരിപാടികൾ ഈ റാപ്പേഴ്സ് ആണെങ്കിലും സിംഗേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും വരുമ്പോൾ അവർ ഈ ഒരു ഫീമെയിൽ ടച്ചുള്ള കോസ്റ്റ്യൂംസോ ഡ്രസ്സസോ ഓർണമെന്റ്സോ ഒക്കെ ധരിക്കാറുണ്ട്. ആൻഡ് ദിസ് ഇസ് ഓബ്വിയസ്ലി അഡോപ്റ്റഡ് ഫ്രം ദാറ്റ്, ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എല്ലാം ആദ്യം വെസ്റ്റിൽ എവിടെയെങ്കിലും നടക്കും, അത് നമ്മൾ സോഷ്യൽ മീഡിയ അല്ലാത്ത മീഡിയ കൂടെ നമ്മൾ അറിയും, കാണും, മനസ്സിലാക്കും, ആൻഡ് വി അഡാപ്റ്റ് ദാറ്റ്. അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കും. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, വെസ്റ്റ് ഇസ് കുക്ക്ഡ് നൗ. അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെസ്റ്റ് ഇസ് ഓണസ്റ്റ്ലി ഫക്ഡ്. ദാറ്റ്സ് ആൻ അനദർ ടോപ്പിക്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് അവിടെ നിന്ന് അഡാപ്റ്റ് ചെയ്ത കാര്യം തന്നെയാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ പിന്നിലുള്ള ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ഇസ് ടു ചാസ്റ്റൈസ് ദ മാസ്കുലിൻ പോപ്പുലേഷൻ ഇൻ അവർ കൺട്രി, അല്ലെങ്കിൽ ഇൻ കേരള, അല്ലെങ്കിൽ ഇൻ അവർ ജനറേഷൻ. നമ്മളൊരു വീക്കായിട്ടുള്ളൊരു പുതിയ ജനറേഷനാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. കാരണം ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നൊരു അജണ്ട, അത് ഹിഡനൊന്നുമല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് മാസ്കുലിനിറ്റി ഈസ് ടോക്സിക് അല്ലെങ്കിൽ പാട്രിയാർക്കി ഈസ് ടോക്സിക് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഈ ഒരു ഫെമിനിസ്റ്റ് ബുൾഷിറ്റിൻ്റെ കൂടെ വന്ന കാര്യമാണ്. അതിനെപ്പറ്റി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം അത് വേറൊരു ടോപ്പിക് തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ സ്പീക്കിംഗ് ഓഫ് വിച്ച്, ഇവിടെ ഓൾറെഡി പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മാസ്കുലിനിറ്റി ഈസ് ടോക്സിക്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ് ടോക്സിക്. ഐ തിങ്ക് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. അതെങ്ങനെ ടോക്സിക് ആവുന്നതെന്ന് എനിക്കറിയില്ല. ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന് അവരുദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഒരു പെൺകുട്ടിക്ക് അവൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവൻ ടോക്സിക് ആവും. ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ അവൻ പറയുന്നൊരു കാര്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ അവൻ ടോക്സിക് ആവും. കംപ്ലീറ്റ് ബുൾഷിറ്റ്. ഐ ഡോണ്ട് നോ മാൻ. പുതിയ ജനറേഷൻ എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല. ആൻഡ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ, നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന പിള്ളേരെന്ന് പറയുന്നത് ഭയങ്കര വീക്കായിട്ടുള്ള, ഇപ്പോൾ അവരോടും പറഞ്ഞ് പഠിപ്പിക്കുന്ന എന്തുവാ, മാസ്കുലിനിറ്റി, ബീയിങ് മാസ്കുലിൻ ഇസ് ടോക്സിക്. ഇപ്പം നമ്മൾ മുതിർന്നവരോട് പോലും പറയുന്ന കാര്യങ്ങൾ, അവർ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ അവർ വളർന്നു വന്നപ്പോൾ ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ പഠിച്ച പല കാര്യങ്ങളും തെറ്റാണ്. ദിസ് ഇസ് എ പീരിയഡ് ഫോർ ദം ടു റീലേൺ തിങ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. നിങ്ങളൊക്കെ വളർന്ന് ഒരു 60-70 വയസ്സായി കഴിയുമ്പോൾ
പ്രായമായി കഴിയുമ്പോൾ നിങ്ങളോട് വന്നിട്ട് പറയുവാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന നിങ്ങൾ ഈ പറയുന്ന ഫെമിനിസം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്, നിങ്ങളത് റീലേൺ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അത് അക്സെപ്റ്റ് ചെയ്യും? ഐ ഡോണ്ട് നോ. നൺ ഓഫ് യു വുഡ് അക്സെപ്റ്റ് ദാറ്റ്. എവ്രി വൺ ഓഫ് യു വിൽ ആർഗ്യൂ. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഐ ഡോണ്ട് നോ. ഫോർ യുവർ സേക്ക് ഐ തിങ്ക്. സോ ഇതിൻ്റെ പിന്നിലെ അജണ്ട എന്ന് പറയുന്നത് നമ്മളെ പുതിയ ജനറേഷനിലുള്ള പിള്ളേരോട്, ഇപ്പോൾ പിള്ളേർ മോഹൻലാലിനെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു ഹീറോ, ഒരു സൂപ്പർ ഹീറോ ഫിഗർ തന്നെയാണ് മോഹൻലാലിനുള്ള പിള്ളേരുടെ ഇടയിൽ ഇപ്പോഴാണെങ്കിൽ പോലും. അങ്ങനെയുള്ള ഒരു വ്യക്തിനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ അതിലുള്ള അജണ്ട വളരെ ക്ലിയർ ആണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നന്മ മാത്രം വിറ്റ് ജീവിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് അതൊന്നും കാണത്തില്ല. അവരിത് അതൊരു എന്താ പറയുക, ഒരു മോബ് മെൻറ്റാലിറ്റിയാണ്. ഒരു 10 പേര് പറയുവാണ് ഇത് സൂപ്പറാണെന്ന്, അപ്പോൾ വേറൊരുത്തി ഇങ്ങനെ ചിന്തിക്കും, ഞാനിപ്പോൾ സൂപ്പർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ എന്നെ എടുത്ത് കയറി കയറ്റും, ഞാൻ സൂപ്പറാണെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അവരും പറയും ആ സൂപ്പർ. അങ്ങനെ 10 100 ആവും, 100 200 ആവും, 200 1000 ആവും. അതങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് അവർ എടുത്തിരിക്കുന്ന രീതിയൊന്നും കുഴപ്പമില്ല. എനിക്ക് ആ ഒരു കോൺസെപ്റ്റിനോടാണ് എതിരുള്ളത്. അത് ആ കോൺസെപ്റ്റാണ് അതിൽ പ്രശ്നം, ആ കോൺസെപ്റ്റാണ് അജണ്ട. അത് ആക്ച്വലി അത് ഹിഡൻ ഒന്നും പറയേണ്ട കാര്യമില്ല, അത് വളരെ വിസിബിൾ ആണ്. പക്ഷെ അത് ആരും കാണാൻ തയ്യാറല്ല, അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ അത് വിട്. ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിള്ളേർ, ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, നിനക്കിപ്പോൾ ഒരു മോനുണ്ട്, നാളെ നിൻ്റെ മോൻ അവൻ്റെ അമ്മയുടെ ഒരു മാല എടുത്തിട്ടുണ്ട് നടക്കും, അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ ഒരു ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുക. അപ്പോൾ നീ പോയി എന്തോടെ കാണിക്കുന്നത്? പറയാം മോഹൻലാലിൽ ഇടാമല്ലോ, പിന്നെ എനിക്ക് ഇട്ടാലെന്ന് ചോദിച്ചാൽ നീ എന്തോ പറയും? നീ പറയും അത് പരസ്യമാണ്, അതൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഈ ഞാൻ പറഞ്ഞ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഹിപ്പോക്രസി എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടെ. ഒരു 2-3 മാസം മുമ്പ് ഈ മാർക്കോ, ആനിമൽ, അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങിയല്ലോ, ഈ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സിനിമകൾ. അതിറങ്ങിയപ്പോൾ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞാണ് ഈ വയലന്റ് മൂവീസ് പിള്ളേരെ എഫക്റ്റ് ചെയ്യുന്നു, പിള്ളേരുടെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, പിള്ളേർ കൂടുതൽ വയലൻ്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ സ്പീക്കിംഗ്, ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമനെ എടുത്ത് പറയുകയാണെങ്കിൽ, മാർക്കോൻ്റെ ഫിലിം മേക്കേഴ്സ് തന്നെ ആദ്യം തൊട്ടേ ഇത് മാർക്കറ്റ് ചെയ്തിരുന്നത് ഇതൊരു വയലന്റ് മൂവിയാണ്, ഡോണ്ട് ഷോ ദിസ് ഫിലിം ടു യുവർ കിഡ്സ് എന്ന് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് യെറ്റ് എന്തിനാണ് ഈ പിള്ളേരെ തൂക്കിക്കൊണ്ടുപോയി കാണിച്ചത്, അല്ലെങ്കിൽ ടി വിയിൽ വന്നപ്പോൾ വെച്ച് കാണിച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ദാറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം. ആൻഡ് മോർ ഓവർ, ഇപ്പോൾ സിനിമനെ പറ്റി ഈ പറഞ്ഞ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ സിനിമ എന്ന് പറയുന്ന സാധനം ഒന്നെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പൈസ കൊടുത്തു പോയി പിള്ളേരെ കൊണ്ട് കാണിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ടി വിയിൽ വരുവാണെങ്കിൽ നമ്മളത് ടി വിയിലോ OTTയിലോ എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ സിനിമ ഇട്ട് കാണണം, എന്നാലും ഇത് അവർക്ക് ആക്സസ് ഉള്ളൂ. പക്ഷേ ഈ പരസ്യം എന്ന് പറയുന്ന കാര്യം അങ്ങനെയല്ല. ഈ പരസ്യം എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോൾ വേറൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലോ, ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലോ, അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുന്നതിൻ്റെ ഇടയിലോ പരസ്യം വരുന്നതിൻ്റെ കൂട്ടത്തിൽ വന്നു പോകും. സോ നോബഡി ഹാസ് കൺട്രോൾ ഓവർ ദാറ്റ്. പക്ഷെ സിനിമ അങ്ങനെയല്ല. അപ്പോൾ സിനിമയെ പറ്റി കുറ്റം പറഞ്ഞവർ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി കുറ്റം പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇതൊരു കുഴപ്പമായിട്ട് തോന്നത്തില്ല. കാരണം അവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്, ടു ചാസ്റ്റൈസ് ദ മാസ്കുലിൻ പോപ്പുലേഷൻ ഇൻ അവർ കൺട്രി, അല്ലെങ്കിൽ ഇൻ ദിസ് ജനറേഷൻ, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്, ഫ്യൂച്ചറായിട്ട് വരുന്ന ഈ പുതിയ ജനറേഷനിലുള്ള പിള്ളേരെ മാസ്കുലിനായിട്ട് വളരാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കൂടുതലും ഫെമിനൈസ് ചെയ്യുക. അതാണ് ഇവരുടെ ഉദ്ദേശം. ഈ പരസ്യത്തിൽ എന്തോ കാണിക്കുന്നേ? ഈ പരസ്യത്തിന് പുകഴ്ത്തുന്നത് എന്താ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് എന്താ? ഇഫ് മോഹൻലാൽ ക്യാൻ വെയർ ഇറ്റ്, then so can you. അല്ലെങ്കിൽ why not you? Embrace your feminine side. What feminine side? Feminine side is for the female population, for the females. ഇവിടെ ആണുങ്ങൾക്ക് എംബ്രേസ് ചെയ്യാനായിട്ട് മാസ്കുലിനിറ്റി ഉണ്ട്, the masculine essence, the masculine aura. As a male you should embrace that. അല്ലാണ്ട് ഫെമിനിറ്റി അല്ല എംബ്രേസ് ചെയ്യേണ്ടത്. ഫെമിനിറ്റി എംബ്രേസ് ചെയ്യാൻ വേണ്ടി ഫീമെയിൽസ് ഉണ്ടല്ലോ, അവരുടെ ജോലി അവരെ ചെയ്തോട്ടെ, അവരത് എംബ്രേസ് ചെയ്തോട്ടെ. നീ എന്തിനാണ് എംബ്രേസ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് എംബ്രേസ് ഇവിടെ മാസ്കുലിനിറ്റി ഉണ്ടല്ലോ, why not embrace that? അതിനെ കില്ല് ചെയ്തിട്ട് ഫെമിനിറ്റിനെ അല്ലെങ്കിൽ ഫീമെയിൽ ഓറനെ എംബ്രേസ് ചെയ്യണം എന്ന് പറയുന്നത് ഇസ് ആൻ അജണ്ട, ഇറ്റ് ഇസ് എ പ്രൊപ്പഗാൻഡ. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു വുഡ് നോ ദിസ്, അല്ലെങ്കിൽ ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്, യു ആർ ഫാർ ബിയോണ്ട് റെസ്ക്യൂ, യു ആർ ഫാർ ബിയോണ്ട് ഹെൽപ്പ്. ഐ കാൺ ഹെൽപ്പ് യു, നോ ബഡി ക്യാൻ ഹെൽപ്പ് യു. ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഫക്കിംഗ് കുക്ക്ഡ്, യുവർ ബ്രെയിൻ ഇസ് ഫ്രൈഡ്. എനിക്കിതിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല, എനിക്കിതിനെ കൂടുതൽ പറഞ്ഞു തരാൻ അറിയത്തുമില്ല. ഐ നോ, ബട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയാം, പറയേണ്ട രീതിയിൽ എനിക്ക് പറയാനറിയാം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് യു ആർ ഫാർ ടു ഗോ, യു ആർ ബിയോണ്ട് ഹെൽപ്പ്, യു ആർ ബിയോണ്ട് റെസ്ക്യൂ മാൻ. സോ
കുറച്ചെങ്കിലും ബുദ്ധിയും വിവരം ബാക്കിയുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ പ്രൊപ്പഗാൻഡ ഇൻ ദ തിങ്സ് വിച്ച് ഇസ് പുട്ട് ഫോർവേഡ് ടു യു ആൻഡ് ഡോണ്ട് think for yourself, control yourself, control your brain, and don't be controlled.